പലരും സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്ന് അതിന്റെ തലക്കെട്ട് തന്നെ കൊടുത്തത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കളിപ്പാവയായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ സുഹൃത്തായ ഇറാന്റെ ഭരണാധികാരി മരിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചില്ല, ഇത് ശരിയാണോ, ആനയാണ് ചേനയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വന്നിരുന്നങ്ങ് വെച്ച് കാച്ചുകയാണ്. പലരും പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇറാൻ, ആ ഇറാനെ ഇന്നിപ്പോ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ട് ഇസ്രയേലിന്റെ കൂടെ പോയി എന്നാണ്. അല്ല, ഈ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഈ ഇറാൻ ഇന്ത്യ റിലേഷൻ ഇന്ന് പറയുന്ന സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതാരാണ് തുടങ്ങിയത് എന്ന് ഇങ്ങനെ വന്നിരുന്ന് വീമ്പ് പറയുന്നവരോട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് അങ്ങോട്ട് ചോദിക്കണം. ഇന്ത്യ ഇറാൻ ബന്ധത്തിന് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ആ റിലേഷന് തുടക്കമിട്ടതാരാണെന്ന്. ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ചാബഹാർ പോർട്ട്. ഈ ചാബഹാർ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് കാരണക്കാരനായതാരാണെന്നറിയാമോ? ഏത് വർഷമാണെന്നറിയാമോ? 2003 ആരാണ് ഇന്ത്യ ഭരിക്കുന്നത്? അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന കാലം. അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖാത്തമി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ചാബഹാർ തുറമുഖ വികസനത്തിനായിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. അതായിരുന്നു ഇന്ത്യ ചാബഹാർ തുറമുഖം ഏറ്റെടുക്കുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത്. 2003 BJP സർക്കാരാണ് ഇറാനുമായിട്ട് ഇപ്പോൾ പലരും തള്ളിമറിക്കുന്ന സോ കോൾഡ് റിലേഷന് തുടക്കമിടുന്നത്. അത് കഴിഞ്ഞ് അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതികളെ തുടർന്ന് അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ ആ ഉപരോധങ്ങളുടെ പേര് പറഞ്ഞ് ഇറാനുമായിട്ട് ചാബഹാർ പോർട്ടിന്റെ ചർച്ചകൾ തുടർന്നു കൊണ്ടുപോകാൻ 1-2 UPA സർക്കാരുകൾക്ക് പറ്റിയില്ല. 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഇറാൻ പ്രസിഡന്റുമായി ചേർന്ന് ഒപ്പുവെച്ച ധാരണാപത്രം 10-12 വർഷം മിണ്ടാതെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. എന്തുകൊണ്ടാ? ഭയമായിരുന്നു ഇറാനുമായിട്ട് സഹകരിക്കാൻ. ആർക്ക്? അന്നത്തെ 1-2 UPA സർക്കാരുകൾക്ക്. സത്യമാണ് ഈ പറയുന്നത്, നിങ്ങൾക്കാർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന സത്യമാണ്. ഇവിടെ പലരും വന്ന് പറയുന്ന പോലെ വ്യാജമായ കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. പിന്നെ എന്നാണ് ഈ ചാബഹാർ പോർട്ട് യാഥാർത്ഥ്യമായത് എന്നറിയണ്ടേ? അതും ചിലർ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നുണ്ട്. 2015 ഈ ഒരു ചാബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. 2015 പ്രത്യേകത എന്താണ്? UPA സർക്കാർ പോയിട്ട് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുന്നു. 2015 വീണ്ടും ചാബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങുകയാണ്. 2015 തുറമുഖ വികസനത്തിനായിട്ട് ഇന്ത്യയും ഇറാനും പുതിയ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയാണ്. 2016 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു ത്രികക്ഷി കരാറ് ഒപ്പുവയ്ക്കുകയാണ്. ചാബഹാർ തുറമുഖത്തെ ഒരു അന്താരാഷ്ട്ര ഗതാഗത ഇടനാഴിയായിട്ട് മാറ്റുകയാണ് അതിന്റെ ലക്ഷ്യം. അതിന്റെ ആദ്യഘട്ട പ്രവർത്തനം 2018 ഡിസംബറിൽ ചാബഹാറിലെ ഷാഹിദ് ബഹെഷ്തി എന്നോ മറ്റോ പറയുന്ന ടെർമിനലിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഔദ്യോഗികമായിട്ട് 2018 ഏറ്റെടുക്കുകയാണ്. ഇന്ത്യയുടെ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ആദ്യമായിട്ടാണ് ഏറ്റെടുത്തത് 2018. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 2018 ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ആദ്യമായിട്ട് ഏറ്റെടുക്കുന്നത്. എത്ര വർഷങ്ങൾക്ക് ശേഷം? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ഇരിക്കുന്ന സമയത്ത് 10 വർഷത്തെ ഒരു ദീർഘകാല കരാറ് പിന്നീട് ഇന്ത്യയും ഇറാനും തമ്മിൽ സൈൻ ചെയ്തു. അത് 2024 തുടക്കത്തിൽ വർഷം തോറും പുതുക്കുന്ന ഹ്രസ്വകാല കരാറുകൾ ഉണ്ടായി. എന്നാൽ 2024 മെയ് മാസത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് തുറമുഖം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ $120 മില്യൺ നിക്ഷേപിക്കും. കൂടാതെ $250 മില്യൺ വായ്പയും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണ് ഇന്ന് പലരും തള്ളിമറിക്കുന്ന സോ കോൾഡ് ഇന്ത്യ ഇറാൻ ബന്ധം ഈ വിധത്തിൽ ശക്തമാവുന്നത്. അതായത് 2024 എന്ന് പറയുന്നത് 2 നൂറ്റാണ്ട് മുമ്പത്തെ കാര്യമൊന്നും അല്ലേ, 2 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അമേരിക്കയും അല്ലെങ്കിൽ ലോക രാജ്യങ്ങളും ഇസ്രായേലും പ്രസിഡന്റ് ട്രംപും ഒക്കെ അവിടെ ഉണ്ട്. ആരുടെയെങ്കിലും ഒക്കെ കളിപ്പാവയായിരുന്നെങ്കിൽ ഇന്ത്യ 1-2 UPA സർക്കാരിന്റെ കാലത്ത് ഇറാനുമായിട്ട് അകലം പാലിച്ചതുപോലെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡറിൽ ഡെവലപ്മെന്റ്സ് ഒന്നും ചെയ്യാതിരുന്നത് പോലെ, ആയുധങ്ങൾ വാങ്ങാൻ ഭയന്നിരുന്നത് പോലെയൊക്കെ ഭയന്നിരുന്നേനെ.
അപ്പോൾ ആരുടെയും കളിപ്പാവയല്ലാതെ ആയി മാറിയത് കൊണ്ടാണ് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് 2014 ശേഷം കഴിഞ്ഞത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു BJP ഗവൺമെന്റ് 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഇറാനുമായിട്ട് ചാബഹാർ പോർട്ടിന്റെ പദ്ധതിക്ക് തുടക്കമിടുന്നത്. 2004 ശേഷം പിന്നീട് അധികാരത്തിൽ വന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ. 1ഉം 2ഉം UPA സർക്കാർ 10 കൊല്ലം ഭരിച്ചു. ഈ 10 കൊല്ലവും ഈ പദ്ധതി മുന്നോട്ട് പോയില്ല. 2014 മോദി വരുന്നു, 15 പദ്ധതിക്ക് ജീവൻ വരുന്നു, 2018 ആദ്യ ടെർമിനൽ കൈമാറുന്നു, 2024 10 വർഷത്തേക്കുള്ള കരാർ ഒപ്പിടുന്നു. നോക്കണേ, ഈ നരേന്ദ്രമോദിയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കളിപ്പാവ എന്ന് വന്നിരുന്ന് തള്ളുന്നത്. ഈ നരേന്ദ്രമോദിയാണ് ഇറാനുമായിട്ടുള്ള റിലേഷൻ തന്നെ ഇല്ലാതാക്കി എന്ന് പറയുന്നത്. ഇറാനുമായിട്ടുള്ള റിലേഷൻ തുടങ്ങിയതേ BJP സർക്കാരാണ്. അതല്ലേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇറാൻ ഇന്ത്യ റിലേഷന്റെ ചരിത്രത്തിലോട്ട് കൂടി നമുക്ക് പോവാം. അപ്പോഴാണ് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരിക. എവിടെ മുതൽ നമുക്ക് നോക്കാം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ മുതൽ നമുക്ക് നോക്കാം. ഇറാന്റെ നിലപാടുകൾ, കാശ്മീർ വിഷയത്തിലുള്ള ഇറാന്റെ നിലപാടുകൾ വിശദമായി തന്നെ നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം കേട്ടോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായ സമയത്ത് അതിനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യം ഏതാണെന്ന് അറിയാമോ? ഇറാനായിരുന്നു ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യം. അക്കാലത്ത് ഇരു രാജ്യങ്ങളും അമേരിക്കൻ പക്ഷത്തായിരുന്നു. ആരൊക്കെ? പാകിസ്ഥാനും ഇറാനും. 1947-48 കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് അമേരിക്കൻ പക്ഷക്കാരായിരുന്നു. അന്നത്തെ ഷാ ഭരണകൂടം ഉണ്ടല്ലോ ഇറാനിലെ, അവർ അമേരിക്കയുടെ സഖ്യരാജ്യമായിരുന്നു ആ സമയത്ത് തന്നെ പാകിസ്ഥാനെ അതുകൊണ്ട് ഇറാൻ ആദ്യമേ അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ രണ്ടുപേരും അമേരിക്കയുമായിട്ട്, രണ്ടു കൂട്ടരും അമേരിക്കയായിട്ട് നല്ല സൗഹൃദം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 1947-48 കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധത്തിൽ ഇറാൻ പാകിസ്ഥാനാണ് നയതന്ത്രപരമായ പിന്തുണ നൽകിയത്, ഇന്ത്യക്കല്ല. 1965 ഒരു വലിയ യുദ്ധം ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ നടന്നല്ലോ. ആ യുദ്ധത്തിൽ ഇറാൻ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു. സൈനികമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടൽ നടത്തിയില്ലെങ്കിലും പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുത്തു. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള സൗകര്യം നൽകി. അതോടൊപ്പം തന്നെ സൗജന്യമായും കുറഞ്ഞ നിരക്കിലും ഇന്ധനം വിതരണം ചെയ്തു പാകിസ്ഥാന്. ആയുധങ്ങളും മെഡിക്കൽ സഹായങ്ങളും നൽകി പാകിസ്ഥാനെ സഹായിച്ചു ഇറാൻ 1965. അന്നൊക്കെ ഷാ ഭരണകൂടമാണ് കേട്ടോ. 1971 യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ആ യുദ്ധത്തിലെ ഇറാന്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷാ പാകിസ്ഥാനെ തന്നെയാണ് പിന്തുണച്ചത്. ഇന്ത്യ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ഇറാൻ ആരോപിച്ചു. ജോർദാൻ വഴി പാകിസ്ഥാന് യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷേ ആ യുദ്ധത്തിലും ഇന്ത്യ ജയിച്ചു എന്നത് വേറെ കാര്യം. പക്ഷെ പിന്നീട് 1971 ശേഷം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുന്നത് 1999 ഇത് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയം. ഈ സമയത്ത് മാത്രമാണ് ചരിത്രത്തിൽ ഇറാന്റെ നിലപാടിൽ ഒരു മാറ്റം വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ഭരണകൂടം മാറാണ്. ഇന്നത്തെ ഇറാൻ ഭരണകൂടം 1979 ശേഷം രൂപീകൃതമായി വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാ ഭരണകൂടം മാറി പുതിയ ഇസ്ലാമിക ഭരണകൂടം വന്നപ്പോൾ അവർ പതിയെ നിലപാട് മാറ്റം വരുത്തി. എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സഖ്യരാജ്യമാണ് എന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ടുള്ള ഇറാൻ അറിയാം. മാത്രമല്ല ഷാ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു പാകിസ്ഥാനും അമേരിക്കയും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ 1979 ശേഷം വന്ന ഇസ്ലാമിക ഭരണകൂടം ഇറാന്റെ വിദേശ നയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കാർഗിൽ യുദ്ധസമയമായപ്പോൾ ഇറാൻ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു. പാകിസ്ഥാനെ പിണക്കാൻ നിന്നില്ല, നിഷ്പക്ഷ നിലപാടെടുത്തു. ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. പഴയതുപോലെ പാകിസ്ഥാന് സൈനികമായോ ആയുധപരമായോ ഉള്ള സഹായങ്ങളൊന്നും തന്നെ നൽകുകയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 2003 ഇന്ത്യയും ഇറാനും ചേർന്നുകൊണ്ട് ചാബഹാർ പോർട്ടിന്റെ തുടക്കമിടുന്നത്, അതിന്റെ സഹകരണത്തിനുള്ള തുടക്കമിടുന്നത്. സോ ഇതാണ് ഇന്ത്യ ഇറാൻ റിലേഷന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇനി കാശ്മീർ വിഷയത്തിലുള്ള ഇറാന്റെ നിലപാടിനെ കുറിച്ച് നോക്കിയാൽ ഷാ ഭരണകൂടത്തിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് കശ്മീർ വിഷയത്തിൽ ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും ഇല്ല എന്നതാണ് ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം. അതായത് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു റിലേഷൻ ആയിരുന്നു ഇന്ത്യ ഇറാൻ റിലേഷൻ. പക്ഷേ ചൈന കൂടുതൽ പവർഫുള്ളായി, ഇറാൻ കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ കുറെ മെച്ചപ്പെട്ടു. അങ്ങനെ പോകുന്നതിനിടയിൽ നമ്മുടെ ചാബഹാർ പോർട്ട് പ്രോജക്റ്റ് ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇറാന്റെ സുപ്രീം ലീഡറിന്റെ സ്റ്റേറ്റ്മെന്റ്, അതാണ് ഇന്ത്യ ഇറാൻ റിലേഷനിൽ ഒരു വിള്ളൽ വീഴ്ത്തിയ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ്. സുപ്രീം ലീഡർ, ഇപ്പോൾ മരണം വരിച്ച ആയത്തുള്ള അലി ഖമനായി, അദ്ദേഹം വ്യക്തമായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞതാണ്. കാശ്മീരിലെ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണെന്നും അവർക്ക് ലോക മുസ്ലിങ്ങളുടെ പിന്തുണ വേണമെന്നും അദ്ദേഹം പലതവണ പ്രസ്താവിച്ചിട്ടുണ്ട്.
പലസ്തീൻ, യമൻ എന്നിവർക്കൊപ്പം കാശ്മീരിനെയും അദ്ദേഹം പലപ്പോഴും തന്റെ പ്രസംഗങ്ങളിൽ പരാമർശിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെയുള്ള ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ തന്നെയാണ് പ്രധാനം. ഇറാന്റെ ഗവൺമെന്റും വിശേഷിച്ച് വിദേശകാര്യ മന്ത്രാലയം കുറച്ചും കൂടി പ്രായോഗികമായിട്ടുള്ള നിലപാടെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള സാമ്പത്തിക ബന്ധവും ചാബഹാർ തുറമുഖ സഹകരണവും ഒക്കെ പരിഗണിച്ചുകൊണ്ട്. സുപ്രീം ലീഡറിനെ പോലെ പരുഷമായിട്ട് പെരുമാറാൻ ഒരിക്കലും ഈ പറയുന്ന ഭരണകൂടം തയ്യാറായിട്ടില്ല. പക്ഷെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരാളല്ല എന്നിപ്പോൾ നമുക്കറിയാം, അല്ലെ? ഇറാന്റെ ഭാവിയും വർത്തമാനവും ഒക്കെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ നിലപാട് തീർച്ചയായിട്ടും ഇന്ത്യയെ ചൊടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇറാനുമായിട്ട് ഇന്ത്യ ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. ഇത് മനഃപൂർവ്വം നമ്മുടെ രാജ്യത്തെ വിവരമില്ലാത്ത കുറെ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മോദി പ്രതികരിക്കാത്തത് ട്രംപിനും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വഴങ്ങിയത് കൊണ്ടാണെന്ന്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കാരണം ഈ ഇറാനിലെ ഭരണകൂടം മാറുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്ലാനിനെ കുറിച്ച് ഇന്ത്യക്ക് അറിയാമെങ്കിലോ? ഇറാനിലെ ഭരണകൂടം മാറിയിട്ട് വീണ്ടും ഷായെ ഇറാൻ ഭരണാധികാരിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടേ അമേരിക്കയും ഇസ്രയേലും ഇത് നിർത്തുകയുള്ളൂ എങ്കിൽ, അങ്ങനെ ഷാ ഭരണകൂടം അവിടെ അധികാരത്തിൽ വരുന്ന സമയത്തും നമ്മുടെ ചാബഹാർ പോർട്ട് പദ്ധതി നമുക്ക് കുഴപ്പമില്ലാതെ തുടരാൻ കഴിയണം. ഇറാനുമായിട്ടുള്ള റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളത്. നമുക്കാണ് ഇറാനിൽ പോർട്ട് ഉള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ഭരണകൂടം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ ആ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം. ഷാ ഭരണകൂടമാണ് ഇനി വീണ്ടും വരുന്നത്, അമേരിക്കയുടെ സപ്പോർട്ടോടെ വരുന്നതെങ്കിൽ അപ്പോഴും നമുക്ക് ആ ഭരണകൂടവുമായിട്ട് റിലേഷൻ വേണം. ഹിസ്റ്ററി പരിശോധിച്ചാൽ ഷാ ഭരണകൂടം ഒരു കാലത്തും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഭരണകൂടം ആദ്യകാലങ്ങളിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആയത്തുള്ളയുടെ അടക്കം അവസാന നാളുകളിലെ സ്റ്റേറ്റ്മെന്റുകൾ കശ്മീർ വിഷയത്തിലടക്കം സെൻസിറ്റീവ് മാറ്ററാണ് ഇന്ത്യയെ സംബന്ധിച്ചത്. അപ്പൊ അത്തരം വിഷയങ്ങളിലടക്കമുള്ള അദ്ദേഹത്തിന്റെ മലക്കം മറിച്ചിൽ, പാകിസ്ഥാനെ പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള മലക്കം മറിച്ചിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റും പ്രൈം മിനിസ്റ്ററും ശ്രദ്ധിച്ചു മാത്രം ആ വിഷയത്തിൽ ഇടപെടുന്നത്. അതല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന് ഈ ലോകത്ത് ഒരു രാജ്യത്തെയും ഭയമില്ല. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുമാണ് നമ്മുടെ പ്രഥമ പരിഗണന എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇറാനിലെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്ക നടത്തുന്ന ധാർഷ്ട്യത്തിനെ ഒരു തരത്തിലും വ്യക്തിപരമായി എനിക്ക് പിന്തുണയ്ക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഇറാൻ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതിലുപരിയായിട്ട് അമേരിക്ക ആരാണ് ഇത് ചെയ്യാൻ? അതാണ് പ്രശ്നം. ഇതിപ്പോൾ UN തീരുമാനിച്ചിട്ട് ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. ഇത് അമേരിക്ക ലോകത്ത് ആരാണ്? അവർക്ക് തോന്നുമ്പോൾ ആരെയും എന്തും ചെയ്യാം. ഒരു തെമ്മാടി രാഷ്ട്രമാണ് അമേരിക്ക എന്ന അഭിപ്രായം തന്നെയാണ് സത്യസന്ധമായിട്ട് എനിക്കുള്ളത്. പക്ഷെ എന്ന് കരുതി ഇറാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാനും പറ്റില്ല. ഇറാന്റെ ഭാഗത്തും ഇസ്രായേലിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇവിടെ നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചതുപോലെ തിന്മയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അതിനകത്ത് നന്മയും തിന്മയും തമ്മിലോ നന്മയും തമ്മിലോ ഒന്നും അല്ല, തിന്മകളാണ്. രണ്ട് ഭാഗത്തും തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തും നിരപരാധികളുടെ ജീവനെടുത്തും ഒക്കെ തന്നെയാണ് ഇവർ ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലും ആരോടും ഒരു സഹതാപം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പരമാധികാര രാഷ്ട്രം നമ്മുടെ കൺമുന്നിൽ തകർന്നു പോകുന്നു എന്നുള്ളത് ഈ ലോകക്രമത്തിന്റെ ഒരു വലിയ ഒരു തകർച്ചയുടെ ലക്ഷണമാണ്. മറ്റൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.